നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനാണ് ഇവിടുത്തെ സർവസ്വവും. അപ്പോ ഞാനോ? ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടാക്കിയ ചിന്ത ശേഖരൻ തമ്പി സാറിന്റെ. പക്ഷേ ആശ്രമത്തിന്റെ വളർച്ച എന്നെ കൊണ്ടാ. മണ്ടത്തരം പറയല്ലേ സ്വാമി. അടുക്കളപ്പുറത്ത് കക്കാൻ വരുന്ന തന്നെ പിടിച്ച് സ്വാമിയാക്കിയതും ഇത്രയൊക്കെ വളർത്തിയതും തമ്പി സാറല്ലേ? കൂടെ വന്നവർ അധികം കുരയ്ക്കണ്ട. നാം തീച്ചട്ടിയമ്മയുടെ ഉപാസകനായ ഹരിഹര ബ്രഹ്മജ്ഞാന സ്വാമികളാണ്. ഈ ആശ്രമത്തിനകത്ത് നിന്ന് ആരെ കൈകാര്യം ചെയ്യണമെന്ന് അമ്മയോട് പറഞ്ഞാൽ അമ്മയത് ചെയ്തിരിക്കും. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. സ്വാമിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് കാണണം. ഒരു നേരം പോക്കാവുമല്ലോ. വേണ്ട, മണ്ടത്തരം കാട്ടണ്ട. തീച്ചട്ടിയമ്മ താൻ പറഞ്ഞത് അനുസരിച്ചിരുന്നത് ഞാൻ ഇവിടെ വന്ന് കയറുന്നിടം വരെ മാത്രമാണ്. സാർ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? തീച്ചട്ടിയമ്മയുടെ ലീലാവിലാസങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുവേലായതാ. അമാവാസിയാവട്ടെ, നിലവറ പൂട്ടേണ്ട സമയമായി. എല്ലാവർക്കും പുറത്തിറങ്ങാം. നിൽക്ക്. അല്ല, ഞാൻ ആരാണെന്ന് സ്വാമികൾക്ക് നന്നായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ശേഖരൻ തമ്പിക്ക് എന്നെയും ശരിക്കും മനസ്സിലായിട്ടില്ല. ആശ്രമത്തിലെ ഭക്തജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോഴും ആത്മാക്കളെ പേടിക്കുന്നവനാണ് ഹരിസ്വാമി. അപ്പോൾ പിന്നെ 300 ആണ്ടുകൾക്ക് മുൻപുള്ള ഒരു ആത്മാവ് മുൻപിൽ വന്ന് നിന്നാൽ ഹരിസ്വാമി പേടിക്കില്ലേ? അതെടോ മണ്ടൻ സ്വാമി. തന്റെ മുൻപിൽ ഈ നിൽക്കുന്നത് ശേഖരൻ തമ്പിയല്ല, 300 ആണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയ ത്രിവിക്രമൻ തമ്പിയാണ്. എന്റെ മനോബലം കൊണ്ടും തപോബലം കൊണ്ടും ഞാൻ സൃഷ്ടിച്ചതാണ് തീച്ചട്ടി എന്ന ഈ ശക്തി. കൊള്ളാം. തീച്ചട്ടി അമ്മയെ കുറിച്ച് ഇത്രയും നല്ലൊരു കഥ വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെയൊക്കെ കൂടെ നടന്ന് ശേഖരൻ സാറിനും മതിഭ്രമം ബാധിച്ചോ? ഇപ്പോൾ വിശ്വാസമായോ നിങ്ങൾക്ക്? അതോ ഇതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. ഇന്നു മുതൽ ഞാനാണ് ഇതിന്റെ ഉടമ, നിങ്ങൾ എന്റെ അടിമകൾ. അത് ഓർമ്മ വേണം എല്ലാവർക്കും. മനസ്സിലായോ? അനുസരിച്ചോളാമേ. അമ്മേ, മോളെ ചക്കര, ഇത് എപ്പോഴാ വന്നത് അമ്മയുടെ മോള്? കുറച്ചു നേരമായി. ഞാനമ്മ ജോലി എടുക്കുന്നത് നോക്കിയിരിക്കുവായിരുന്നു. ആണോ? മോക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട അമ്മേ. എത്രയോ ദിവസമായി അമ്മ മോൾക്ക് എന്തേലും ഉണ്ടാക്കി തന്നിട്ട്. എന്താ വേണ്ടെന്ന് പറ. ഇന്ന് അമ്മ ഉണ്ടാക്കുന്നത് കഴിക്കണം. എനിക്ക് വിശപ്പില്ല, ഞാൻ പിന്നെ കഴിക്കാം. ഇപ്പൊ തന്നെ അമ്മയുടെ മുമ്പിൽ നിന്ന് പോവാൻ വേണ്ടിട്ടാണോ? ഏയ്, ഞാൻ എത്ര നേരം വേണമെങ്കിലും അമ്മയുടെ അടുത്തിരിക്കാം. എന്നാലും പോകുമല്ലേ? പോകുന്ന ആരും അമ്മയ്ക്ക് അറിയാലോ. പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നേ? അമ്മ നിന്നെ കുറിച്ച് പറഞ്ഞിട്ടേ ആരും വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയാ അമ്മേനെ കുറിച്ച് പറയുന്നേന്നറിയോ? അമ്മ അതൊന്നും കാര്യാക്കണ്ട. കാര്യാക്കാതെ പിന്നെ? ഡാഡിയും ചേച്ചിമാരും എല്ലാരും പറയുക. കുറച്ചു ദിവസം കഴിയുമ്പോ അമ്മ പറഞ്ഞിരുന്നതൊക്കെ ശരിയാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ അമ്മയുടെ സങ്കടവും മാറുമല്ലോ. അമ്മയുടെ സങ്കടം മാറണമെന്ന് ശ്രീകുട്ടിക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? പിന്നെ ഇല്ലേ? എന്നാ അമ്മയുടെ അടുത്തൊന്നും പോവണ്ട മോളെ. അമ്മയുടെ അടുത്ത് നിന്നൂടെ? എന്താ അമ്മ ഇത്? അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴേ ഒരാപത്തും വരില്ല. ഇനി എന്ത് വന്നാലും അമ്മ ചേർത്ത് പിടിച്ചോളാം. ദേ ഇങ്ങനെ അമ്മയുടെ നെഞ്ചോട് അടക്കി പിടിച്ചോളാം. മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോഴേ അമ്മയുടെ ഉള്ളില് ഒരു വിഷമവും തോന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മോള് പോണ്ട. കേട്ടോ ശ്രീകുട്ടി? അമ്മ ഇനി മോളെ എങ്ങും വിടില്ല.
ഡാഡിയും മോളുടെ ചേച്ചിമാരും ഒക്കെ മോളെ കാണാൻ കൊതിച്ചിരിക്കുക. കുറുമ്പിക്കുട്ടി. ആഹാ, ഇവിടെ വന്ന് നിൽക്കുകയാണോ? ദേവേട്ടാ, നമ്മുടെ ശ്രീകുട്ടി. ഇതെന്താ മോളെ കണ്ടില്ലേ? എന്താ അവളോട് സംസാരിക്കാത്തെ? എന്താ ദേവേട്ടാ, എന്താടി ഇങ്ങനെ നോക്കി നിക്കുന്നേ? അമ്മ, മോളെ ശ്രീകുട്ടി. അയ്യോ, കണ്ടു ദേവേട്ട, ഒരുപാട് നേരം എന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞു വന്നതാ. ഇപ്പതേ പോയി കളഞ്ഞു. എന്തിനാ ശ്രീകുട്ടി എങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? നന്ദ, നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോഴാ അവള് പോയത്. അതുവരെ എന്നോട് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഇരിക്കുകയായിരുന്നു. എന്റെ മോക്ക് എന്നോട് ഒരു പിണക്കവും ഇല്ല. പിണക്കം മുഴുവൻ നിങ്ങളോടാ. മോള് കണ്ടില്ലേ അമ്മയുടെ അവസ്ഥ? ഇനി നീ പറയൂ അമ്മയുടെ ഇലൂഷൻ സത്യമാണെന്ന്? അമ്മ അതൊക്കെ വിശ്വസിച്ചോട്ടെ എന്ന്. സ്വപ്നലോകത്ത് സഞ്ചരിക്കുന്നൊക്കെ മനസ്സിലാക്കാം, പക്ഷെ അതല്ല മോളെ. ശ്രീകുട്ടി വരുന്നതും അടുത്തിരിക്കുന്നതൊക്കെ അമ്മ യാഥാർത്ഥ്യമായിട്ടാ മനസ്സിലാക്കുന്നത്. പറഞ്ഞു മനസ്സിലാക്കാൻ ചെന്ന വയലന്റോ? അമ്മ ഇങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കണോ? വേണ്ട ഡാഡി. അമ്മയിൽ നിന്ന് ഈ തോന്നല് മാറ്റിയേ പറ്റൂ. പക്ഷെ അതിന് അമ്മയൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. അമ്മയോട് അയാൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കട്ടെ. എന്നിട്ട് പ്രതിവിധി എന്താണെന്ന് അദ്ദേഹം നിശ്ചയിക്കട്ടെ. അമ്മ സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. അതിന് മോള് ഡാഡിയുടെ കൂടെ നിൽക്കണം. ഞാൻ പറയാ ഡാഡി, അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാം. എല്ലാം ഒന്ന് ഫ്രീ ആയെന്ന് തോന്നിയപ്പോ പ്രതീക്ഷയോടെ ഡാഡി കാത്തിരിക്കുകയായിരുന്നു, നിങ്ങളുടെ എല്ലാവരും കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ. പക്ഷേ കൂടെ നിൽക്കേണ്ട ആളാണ് മനസ്വസ്ഥതയില്ലാതെ ഇങ്ങനൊക്കെ. മോളെ, അമ്മ പറയുന്ന ഓരോ വാക്കിലും ഡാഡിക്ക് പേടിയാ. എല്ലാം ശരിയാവും ഡാഡി. അമ്മയെ ചികിത്സിക്കാൻ നമ്മൾ തീരുമാനിച്ചല്ലോ. അതെ, അതാണ് ഇതിനുള്ള ഏക പ്രതീക്ഷ. എന്ത് റിസ്ക് എടുത്താലും ഡോക്ടർ അടുത്ത് കൊണ്ടുപോയേ പറ്റൂ. വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എന്നെ ക്ഷണിക്കുന്നില്ലേ? സോറി ഐശ്വര്യ, ആരെയും ക്ഷണിക്കരുതെന്നാ അജയ് സാർ പറഞ്ഞിരിക്കുന്നത്. വീട്ടില് നിലവിളക്കിന് മുന്നിൽ വെച്ചൊരു താലികെട്ട്, ആഘോഷങ്ങളൊന്നുമില്ല. അതെന്താ അങ്ങനെ? ശേഖരൻ സാറിനെ പേടിച്ചിട്ട് തന്നെ. ആഘോഷമായിട്ട് നടത്തിയ ശേഖരൻ സാർ അറിയോലോ, അദ്ദേഹത്തിന് ഈ വിവാഹം ഇഷ്ടമല്ലല്ലോ. എനിക്കും ഇഷ്ടമല്ല. എന്താ? അജയ് സാറ് മേഘനയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ എന്തെങ്കിലും പറയാണോ? എനിക്കതിന്റെ ആവശ്യമുണ്ടോ? ഈ വിവാഹം നടക്കാൻ പാടില്ല, ഒരിക്കലും നടക്കാൻ പാടില്ല. എന്തു പറ്റി ഐശ്വര്യക്ക്? കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ?